വളരെ പ്രധാനപ്പെട്ടൊരു നീക്കത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളും പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയുമായ വീണ വിജയൻ ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഇനി അടവുകൾ പയറ്റിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി മറ്റ് സംസ്ഥാനത്ത് കേന്ദ്രവുമായി ബന്ധപ്പെട്ടൊരു സമരത്തിലേക്ക് തന്നെയാണ്, പ്രത്യേകിച്ചും മോദിയുടെ ഏറ്റവും വലിയ ശത്രു എന്നറിയപ്പെടുന്ന DK ശിവകുമാറിൻ്റെ മണ്ഡലത്തിൽ തന്നെ, മേഖലയിൽ തന്നെ വലിയൊരു പടപ്പുറപ്പാടിനുള്ള തയ്യാറെടുപ്പാണ് വീണ വിജയൻ ആലോചിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വിവരമാണ് പുറത്തു വരുന്നത്. ഏറ്റവും നിർണായകമായ ദിവസങ്ങൾ തന്നെയാണ് ഇനി ബാക്കിയുള്ളത്. SFIO അന്വേഷണത്തിനെതിരെ വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക് കർണാടക ആസ്ഥാനമായിട്ടുള്ള കമ്പനി എന്ന നിലയിൽ കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ഹർജി ശക്തമായ വിയോജിപ്പ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എക്സാലോജിക്കിനെതിരായിട്ടുള്ള SFIO അന്വേഷണം ഉടൻ തന്നെ സ്റ്റേ ചെയ്യണമെന്നാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. SFIO ഡയറക്ടറും കേന്ദ്ര സർക്കാരുമാണ് ഹർജിയിലെ എതിർകക്ഷികൾ. മനു പ്രഭാകർ കുൽക്കർണി എന്ന അഭിഭാഷകൻ മുഖേനയാണ് ഈ ഹർജി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരായ മാസപ്പടി കേസിൽ CMRൽ നിന്നും KSIDCയിൽ നിന്നും കിട്ടിയിരിക്കുന്ന വിവരങ്ങളിൽ SFIO പരിശോധന സംസ്ഥാനത്തുടനീളം നടത്തിപ്പോരുകയാണ്. ഉടൻ തന്നെ ക്ലിഫ് ഹൗസിലും പരിശോധനയുമായി ബന്ധപ്പെട്ട് എത്തിച്ചേരുമെന്ന വിവരമാണ് പുറത്തു വന്നിരുന്നത്. ഇതിന് പിന്നാലെയാണ് വളരെ ചടുലമായ നീക്കം എക്സാലോജിക് വഴി വീണ വിജയൻ നടത്തിയിരിക്കുന്നത്. അന്വേഷണത്തിനെതിരെ എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചതും മറ്റ് നിവൃത്തികളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ്. സേവനം നൽകാതെ CMRൽ നിന്നും പണം വാങ്ങിയെന്ന ആരോപണത്തിൽ SFIO വീണ വിജയനെ ചോദ്യം ചെയ്യുമെന്ന എല്ലാവിധ ധാരണയും ആയി കഴിഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു നോട്ടീസ് അയക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നതെന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. ഇന്നലെയാണ് KSIDCയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ SFIO സംഘം പരിശോധന നടത്തിയത്. CMRൽ പരിശോധന നടത്തുന്നത് സ്വാഭാവികമാണ്. അതുമായി ബന്ധപ്പെട്ട് ബംഗളൂരു ആസ്ഥാനമായിട്ടുള്ള എക്സാലോജിക്കിൻ്റെ കമ്പനിയിലും പരിശോധന നടത്താം. പക്ഷേ സംസ്ഥാന സർക്കാരിന് നിയന്ത്രണമുള്ള KSIDCയിൽ വീണ വിജയൻ താമസിക്കുന്നതിന് കേവലം 5 കിലോമീറ്ററിനകത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ വന്ന് പരിശോധന നടത്തിയിട്ട് പോവുക എന്ന് പറയുന്നത് തങ്ങൾക്ക് ഏറ്റവും വലിയ പ്രഹരമായി തന്നെയാണ് അവർ നോക്കിക്കാണുന്നത്. അങ്ങനെ വന്നെങ്കിൽ ഒരു 5 കിലോമീറ്റർ കൂടി താണ്ടാനായി അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല എന്നുള്ളത് ആർക്കും തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇതിനെ ഭയന്ന് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ കോടതിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നതെന്ന് വേണം കണ്ടെത്താൻ. CMRൽ 2 ദിവസം നീണ്ട പരിശോധന കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതിനുശേഷമാണ് സംഘം KSIDCയിലേക്ക് എത്തിയത്. ഇന്നലെ വൈകുന്നേരം 4:30 വരെ അവിടെ പരിശോധന നടത്തിയിരുന്നു. 3.5-4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പരിശോധനയായിരുന്നു. അതിനുശേഷം വേണ്ടപ്പെട്ട ചില വിവരങ്ങൾ അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. SFIO അന്വേഷണത്തിനെതിരെ KSIDC കേരള ഹൈക്കോടതിയെ സമീപിച്ചൊരു വിവരവും വാർത്തയും ഇതിന് പിന്നാലെ തന്നെ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനായ CS വൈദ്യനാഥൻ്റെ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു എടുത്തുചാട്ടത്തിന് അവർ തീരുമാനിച്ചത്. പക്ഷേ അതിനും കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി തന്നെയാണ് ലഭിച്ചത്. കോടതി പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയധികം ഭയക്കേണ്ടതോ ഒളിച്ചു വെക്കേണ്ടതോ ആയിട്ടുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ മറുപടി ഒന്നും തന്നെ കൃത്യമായി നൽകാൻ കഴിയാതെ ഭയപ്പാടില്ല എന്ന് മാത്രമേ പറയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സർക്കാർ സ്ഥാപനമായതുകൊണ്ട് തന്നെ, സർക്കാർ അധീനതയിൽ പോകുന്നത് കൊണ്ട് തന്നെ അവിടെ പരിശോധന നടത്താൻ ഒരു സർക്കാർ ഏജൻസിക്ക് എല്ലാവിധ അധികാരവും ഉണ്ടെന്ന് തന്നെയാണ് കേന്ദ്രവും പറയുന്നത്. അതിനോട് സഹകരിക്കണമെന്ന ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വെച്ചത്. പരിശോധനയ്ക്ക് എത്തുമെന്നും അതിന് മുന്നായി തന്നെ വാർഷിക കണക്കുകൾ ഇമെയിലിലൂടെ അയച്ചു നൽകണമെന്ന ആവശ്യം SFIO തന്നെ ചൊവ്വാഴ്ച KSIDCയോട് ആവശ്യപ്പെട്ടിരുന്നു.